ഗുഡ് മോർണിംഗ് all of you. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഡേ 1665, 1665 ലൈഫ് ലേണിംഗ് ലെസൺസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അസ്കത്തഞ്ഞിപ്ലം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 9, 2025 ഞായറാഴ്ച. മാറ്റം ഫോക്കസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചേഞ്ചിലേക്കാണ് പോയത്, ഗോളിലേക്കാണ് പോയത്, അതേപോലെ ഡ്രീമിലേക്കാണ് പോയത്. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചേഞ്ചിനെ കുറിച്ചാണ്, വേഗതയിലുള്ള മാറ്റങ്ങളെ കുറിച്ച്. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ വേഗത്തിലുള്ള മാറ്റം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്തത്ര വേഗതയില്ലാത്ത, ഒച്ചിനേക്കാൾ വേഗത കുറഞ്ഞ അവസ്ഥയിലേക്ക്, ഒച്ചിൻ്റെതായ ഒരു വേഗതയുണ്ട്. നമുക്ക് അതിനേക്കാളും വേഗത കുറവാണോ എന്ന് റീതിങ്ക് ചെയ്യേണ്ടെന്ന, നമ്മളുടെ വേഗതയെക്കുറിച്ച് നമ്മൾ തന്നെ റീതിങ്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിന്തിക്കുകയാണെങ്കിൽ നമ്മളുടെ വേഗതയുടെ പാരാമീറ്റേഴ്സ്, നമ്മളുടെ ചേഞ്ചിന്റെ വേഗതയുടെ പാരാമീറ്റേഴ്സ് കണക്കാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ലോകത്ത് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മളുടെ ചേഞ്ചിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അവർ നിരന്തരമായി ഒബ്സർവ് ചെയ്യും. നമ്മളോട് പറയാൻ പറ്റുമെങ്കിൽ അവർ നമ്മളോട് പറയും. നമ്മളോട് പറയാൻ പറ്റില്ലെങ്കിൽ അവർ നമ്മളോട് മിണ്ടത്തില്ല, പറയത്തില്ല, അവർ സംസാരിക്കത്തില്ല, അവർ കമന്റ് ചെയ്യത്തില്ല. കാരണം അവർ ഒരു പക്ഷേ വിധേയപ്പെട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും ഒരു പക്ഷേ. അപ്പൊ അവർക്ക് പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അവർ വന്നിട്ട് നിങ്ങൾക്ക് സ്പീഡില്ല, നിങ്ങൾക്ക് ചേഞ്ച് ഇല്ല, നിങ്ങൾ ശരിയല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ശരിയല്ല എന്നൊരാൾ പറഞ്ഞാൽ എന്താണ് ശരിയാവേണ്ടത് നിങ്ങൾ ചിന്തിക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടും. സ്പീഡില്ല എന്ന് പറഞ്ഞാൽ എവിടെയാണ് സ്പീഡ് കൂട്ടേണ്ടത് എന്ന് ആലോചിക്കാൻ നമുക്കൊരു അവസരം കിട്ടും. നിങ്ങൾ മാറുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടെയാണ് മാറേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ അവസരം കിട്ടും. എല്ലാ കമന്റുകളും ആക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു വിശാലമായ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എത്തിച്ചേരുന്നതാണ് ഏറ്റവും ആദ്യത്തെ change. First change, we need to have a better change in our thought zone. Thought zone-നകത്തുള്ള ഗംഭീര ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് മുതലാണ് വേർഡ് സോണിലേക്കും ആക്ഷൻ സോണിലേക്കും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ എനിക്ക് ചേഞ്ച് ചെയ്തേ പറ്റൂ എന്നുള്ള തൻ്റെ തോട്ട് സോണിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചേഞ്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു തോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അന്നു മുതൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ചേഞ്ച് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിന്റെ വിശാലമായ ഒരു പെർസ്പെക്റ്റീവ്, ഒരു ബേസിക് സിനാരിയോ, ഒരു സിൻഡ്രോം ഇല്ലാത്തിടത്തോളം കാലം ആര് പറയുന്നതും കേൾക്കാൻ നമ്മൾ തയ്യാറാവില്ല. ആരും ഉപദേശിക്കുന്നത് നമുക്ക് ഇഷ്ടമാവില്ല. ആരെങ്കിലും നമ്മളെ ഉപദേശിച്ച് നന്നാക്കാൻ വന്നാൽ നമ്മൾ അവരെക്കാൾ മികച്ചതാണ്, പിന്നെ അവനെ ആര് എന്നെ ഉപദേശിക്കാൻ, അവൾ ആര് എന്നെ ഉപദേശിക്കാൻ, ഞാൻ അവളെക്കാൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ അവളെക്കാൾ മികച്ച പഠനമുള്ളവളാണ്, ഞാൻ അവനേക്കാൾ മികച്ച ഉദ്യോഗാർത്ഥിയാണ്, ഞാൻ അവനേക്കാൾ കൂടുതൽ അനുഭവമുണ്ട് എന്നൊക്കെ സ്വയം തോന്നുകയും സ്വന്തം മാറാൻ തയ്യാറാവാത്ത വിധത്തിൽ മനസ്സ് കുടുസായി പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. ഇതിനെ നമ്മൾ പലപ്പോഴും ഈഗോ എന്നൊക്കെ വിളിക്കാറുണ്ട്, അതല്ലെങ്കിൽ മറ്റു പലതും വിളിക്കാറുണ്ട്. എന്തൊക്കെ ഇട്ട് വിളിച്ചാലും തോട്ട് സോണിനകത്തുള്ള ഒരു ഗംഭീര ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കാത്തിടത്തോളം കാലം നമ്മളുടെ ലൈഫ് വളരെ ഹൊറിബിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തോട്ട് സോണിനകത്ത് പ്രൈമറി ചേഞ്ച് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. തോട്ട് സോണിനകത്ത് പ്രൈമറി ചേഞ്ച് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ബാക്കി എല്ലാ ചേഞ്ചും എളുപ്പത്തിൽ നടക്കുകയുള്ളൂ. അപ്പോൾ തോട്ട് സോണിനകത്തൊക്കെ കൊണ്ടുവരികയിൽ ബ്രോഡ്നെസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്, വിശാലത. എന്താണ് വിശാലത? ആദ്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് മനുഷ്യരെ മുഴുവനെയാണ്. എല്ലാ മനുഷ്യരെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക. എല്ലാ മനുഷ്യരെയും, എല്ലാ മതങ്ങളെയും, എല്ലാ ചിന്തകളെയും, എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഇവിടെ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നത് പോലെ ഒരുമിച്ച് എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന, ദൈവമുണ്ടാക്കി വെച്ച ഒരു ഭൂമിയും അതിൻ്റെ കുറേ കോളങ്ങളും ഒത്തിരി മനുഷ്യരും അവരുടെ ചിന്തകളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് അവരെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റാവുന്ന രൂപത്തിൽ തൻ്റെ മനസ്സിന്റെ വിശാലത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. The first and foremost thing for a change, and a faster change, we need to have a better and wider and broader mindset. അപ്പോൾ വളരെ വിശാലമായ ബ്രോഡർ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നമുക്ക് എത്താൻ പറ്റണം. ഞാനും എൻ്റെ കെട്ടിയോളും പിന്നെ തട്ടാനും എന്നൊക്കെ പറയുന്നതിൽ നിന്ന് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു ചേഞ്ചും പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെയൊക്കെ പറയാറില്ലേ റഹ്മാൻ സാർ, നാസർ മാഷ്, നമ്മൾ അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ? ഇടയ്ക്കൊക്കെ ആളുകൾ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇത് അതെ, താങ്ക് യു സോ മച്ച്. ഈ പറച്ചിലിൽ നിന്ന് നമ്മൾ എന്ന് പുറത്തു കടക്കുന്നോ അന്ന് നമ്മളുടെ ബ്രോഡഡ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കിടക്കാൻ തോന്നുന്നു. വിശാലമായ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കിടക്കാത്തടത്തോളം കാലം നമുക്ക് ആളുകളുടെ ചിന്തകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വ്യത്യസ്തമായ പോളിസി വിശ്വസിക്കുന്നു, ഒരു മതം വിശ്വസിക്കുന്നു, ഒരു ചിന്തയിൽ പോകുന്നു, ഒരു രീതിയിൽ ജീവിക്കുന്നു. ഇതൊക്കെ ഉൾക്കൊള്ളാൻ ആവശ്യമായ വിശാലമായ മാനസികാവസ്ഥ വളരെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആളുകൾ നമുക്കെതിരാണോ എന്ന് തോന്നിപ്പോകും. നമുക്കെതിരെ ആരുമല്ല,
ആരും നമ്മളോട് എതിരുമില്ല, ആരും നമുക്ക് എതിരല്ല, ആരും നമുക്കെതിരായി ഒന്നും ചെയ്യുന്നുമില്ല. അവനവന്റെ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ അവനവന് സമയം കിട്ടാത്ത അത്ര തിരക്കിലാണ് മുഴുവൻ മനുഷ്യരും. അതിൻ്റെ ഇടയ്ക്ക് മനുഷ്യർക്ക് ആരോട് എതിർക്കാൻ, ആരോട് തെറ്റ് ചെയ്യാൻ, ആരോട് ശത്രുത കാണിക്കാൻ ഒന്നിനും സമയമില്ല. ശത്രുവിനെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അവർക്ക് ശത്രുതയുണ്ടെന്ന് നമ്മൾ തോന്നുന്നതാണ്. അവർ നമ്മുടെ ശത്രുവാണെന്ന് നമ്മൾ സങ്കല്പിച്ച് ശത്രുവാക്കിയതാണ്. അവരാരും നമ്മുടെ ശത്രുവല്ല, അവരൊക്കെ നമ്മുടെ മിത്രമാണ്. അവര് നമ്മളോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേട്ടപ്പോൾ ദേഷ്യം തോന്നി, വെറുപ്പ് തോന്നി, വിദ്വേഷം തോന്നി, പലപ്പോഴും പകയും തോന്നി. അതിനെതിരെ പ്രതികാരം ചെയ്യാൻ പലപ്പോഴും ഇറങ്ങിത്തിരിക്കുക, രാവും പകലും ഊണും ഉറക്കമഴിച്ചൊക്കെ പ്രതികാരം ചെയ്യാനൊക്കെ ആളുകൾ ഇറങ്ങി തിരിച്ചു. എന്താ കാരണം? അവരെന്നോട് പറഞ്ഞ കാര്യം എനിക്കിഷ്ടമില്ലാത്തതായതുകൊണ്ട്. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം എന്നോട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കരുത് എന്ന് ലോകത്ത് ആര് പറഞ്ഞു? അതൊരു പക്ഷേ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം എന്നോട് പറഞ്ഞത് കൊണ്ട് ആവണമെന്നില്ല. അയാൾ നമ്മൾ മാറാൻ വേണ്ടി, നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി, നമ്മളുടെ ഒരു ശരികേട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആയിരിക്കും പറഞ്ഞത്. പക്ഷെ നമുക്കത് ഇഷ്ടമല്ല. അവിടെയാണ് നമ്മളുടെ ഹൃദയത്തിന്റെ വിശാലത, മനസ്സിന്റെ വിശാലതയുടെ പ്രശ്നം. തോട്ട്സ് ഓൺ ചേഞ്ച് ചെയ്യുന്നത് മുതലാണ് നമുക്ക് ഓരോ തലമുറയെക്കുറിച്ചും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ഏറ്റവും ആധുനിക തലമുറ വേഗതയുടെ അങ്ങേയറ്റമാണ്. അവരുടെ വേഗതയോടൊപ്പം നമുക്ക് ഓടിയാലെത്തോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സോടിയാലെത്തോ, ശരീരം ഓടിയാലെത്തോ എന്നൊന്നും ചോദിച്ചാൽ ഒന്നും പറയാൻ ഒരു സാഹചര്യവുമില്ല. കാരണം അതിന് മാത്രം പുറകിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ രണ്ടും മൂന്നും വ്യത്യസ്തമായ തലമുറകൾക്കിടയ്ക്കൊക്കെ ഈ ഒരു പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഏത് പ്രശ്നമാണ് നമുക്കുള്ളത്? നമുക്ക് നമുക്ക് സ്വാംശീകരിക്കാൻ, നമ്മളെ നന്നാക്കാൻ ആരും ശരിയാവരുത്. കാരണം ഞാൻ നിങ്ങളെക്കാൾ മികച്ചതാണ്, നിങ്ങളെക്കാൾ പ്രായമുള്ളവനാണ്, നിങ്ങളെക്കാൾ അനുഭവമുള്ളവനാണ്, എന്നെ ഉപദേശിക്കരുത്. ഞാൻ അതിനു മാത്രം പഠിച്ചിട്ടുണ്ട്, ഞാൻ അതിനു മാത്രം അനുഭവമുണ്ട്, എത്രയോ ചന്ദ്രമാസം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനുണ്ണാത്ത ഓണമില്ല എന്നൊക്കെ പറയാൻ മാത്രം മനസ്സിങ്ങനെ വെമ്പി നടക്കുന്ന, നാവിങ്ങനെ വായിലിട്ട് അടിക്കുന്ന ഒരു പ്രവണതയിൽ നിന്ന് നമ്മൾ എക്സിറ്റായി ഐ നീഡ് ടു ലേൺ, ഐ നീഡ് ടു മേക്ക് മൈസെൽഫ് ബ്രോഡഡ്. ഞാൻ ഇനിയും പഠിക്കാനുണ്ട്, ഞാൻ എന്നെ ഇനിയും ബ്രോഡഡ് ആക്കണം എന്ന് പറയാനും, കൊച്ചു കുട്ടികൾ അത് കാര്യം പറയുമ്പോൾ കേട്ടിരിക്കാനും, സാഗൂതം കേട്ടിരിക്കാനും, ഓ മനോഹരമായിരിക്കുന്നു, വല്ലാത്തൊരു അറിവ് തന്നെ, എനിക്കത് ഇല്ലാതെ പോയോ, നിന്നെ പറഞ്ഞു തന്നതിന് നന്ദി എന്നൊക്കെ പറയാനുള്ള ഒരു മനസ്സിലേക്ക് നമ്മൾ മടങ്ങി വരാത്തിടത്തോളം കാലം നമ്മളിങ്ങനെ ഇരുണ്ട അറക്കുള്ളിൽ, ഒരു ഗുഹക്കുള്ളിൽ അകപ്പെട്ടു പോയ, ഭൂമിയും വെളിച്ചവും വ്യാപ്തിയും വ്യത്യാസവും അനുഗ്രഹങ്ങളും കാണാത്ത ഒരു നാശം പിടിച്ച മനുഷ്യനെ പോലെ ഇങ്ങനെ ജീവിക്കും. എവിടേക്ക് പോകണം നമ്മൾ? അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. മികച്ച രൂപത്തിൽ ആളുകൾ നമ്മളോട് പറയുന്നതൊക്കെ നമുക്ക് ഗുണമുണ്ടാവും, എല്ലാം സ്വീകരിക്കണം എന്നല്ല, അത് കേൾക്കാനുള്ള മനസ്സെങ്കിലും മിനിമം ഉണ്ടാവണം. അവർ പറയുന്നതിനൊരു കാര്യം ഉണ്ടാവും, അത് ഒരുപക്ഷെ ഗുണമാവാം, അതല്ലെങ്കിൽ പിന്നീട് നമുക്കത് ഗുണമായി ഭവിക്കാം. അതല്ലെങ്കിൽ ഇപ്പൊ ദോഷമാണെങ്കിൽ അത് തൽക്കാലം നിർത്തിവെച്ച് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. അല്ലെങ്കിൽ അവരുടെ വിവരക്കേട് കൊണ്ട് പറഞ്ഞാൽ എന്തായിരുന്നാലും പറയുന്നത് സൂക്ഷ്മമായി കേൾക്കുവാനും അതിനാവശ്യമുള്ളത് തിരഞ്ഞെടുക്കുവാനും സാധിക്കുന്ന രൂപത്തിലുള്ള മാനസികാവസ്ഥ ആദ്യം വളർത്തിയെടുക്കുകയും, ഭൂമിയിൽ കാണുന്ന മുഴുവൻ മനുഷ്യരും 6 കോടി ബീജങ്ങളിൽ നിന്ന് ഒരേ ഒരു ബീജം ഒരു അണ്ഡവുമായി കൂടിച്ചേർന്ന് മഹാവിജയവുമായി ഭൂമിയിലേക്ക് ജനിച്ചു വീണ ഒരു വലിയ യുണീക്കായ അതുല്യമായ മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ, ഓരോ മനുഷ്യനും നമ്മൾ നൽകുന്ന റെസ്പെക്ട്, ഭാവം, വിനയം, ബഹുമാനം എല്ലാം മനോഹരമായിരിക്കും. അപ്പോഴാണ് മനുഷ്യൻ ജാതി മതഭേദമന്യേ ഓരോ മനുഷ്യനെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ സാധിക്കുക. അങ്ങനെ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ മനുഷ്യനെ അംഗീകരിക്കാൻ സാധിക്കൂ. അവിടുന്ന് അങ്ങോട്ടാണ് മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോഴാണ് അവർ പറയുന്നത് കേൾക്കാനും അവർ പറയുന്നത് മനസ്സിലാക്കാനും, നമുക്ക് മാറ്റം ഉൾക്കൊള്ളാനും, പുതിയ പുതിയ കണ്ടെത്തലുകളെ കുറിച്ച് നമുക്ക് പോലും ഉൾക്കൊള്ളാനും ഒക്കെ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു വിനീതനാണ് ഞാൻ. ഇനിയും പഠിക്കാൻ അവസരങ്ങളുണ്ട്, ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ടൂളുകളുണ്ട്, അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അതിനുള്ള ഗുരുക്കന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. വേണോ വേണ്ടേ എന്നുള്ളത് നമ്മളാണ്. സോ ചേഞ്ച് സ്റ്റാർട്ട്സ് നോട്ട് ഫ്രം ദ വേർഡ്സ് ഓർ ആക്ഷൻ. ആക്ഷൻ സോണിൽ നിന്നോ വേർഡ് സോണിൽ നിന്നോ അല്ല ചേഞ്ച്, മാറ്റം ആരംഭിക്കുന്നത്. മാറ്റം ആരംഭിക്കുന്നത് തോട്ട് സോണിൽ നിന്നാണ്, വേർഡ് സോണിലല്ല, ആക്ഷൻ സോണിലല്ല, തോട്ട് സോൺ. ഈ ചിന്ത മനസ്സ് മാറാതെ, ഈ ചിന്താഗതി മാറാതെ, ഈ ചിന്താ രീതി മാറാതെ, ഈ പാറ്റേൺ ഓഫ് തിങ്കിങ് മാറാതെ, തോട്ട് സോണിന്റെ ഈ പാരാമീറ്റേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്യാതെ നമ്മളാരും വേർഡിലോ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിലോ ആക്ഷനിലോ പ്രവൃത്തിയിലോ മാറ്റമുണ്ടാകുമെന്ന് ഒരു നിലക്കും തെറ്റിദ്ധരിക്കേണ്ട. ആ ധാരണ ശരിധാരണയല്ല, അത് തെറ്റിദ്ധാരണ മാത്രമാണ്. സോ ലെറ്റ്സ് ചേഞ്ച് ഇൻ അവർ തോട്ട്സ്. സോ തോട്ട് സോണിലെ ഗംഭീരമായ ചേഞ്ചിലേക്ക് വേണ്ടി നമുക്ക് ഒരു കാൽവെപ്പ് 2025 ഫെബ്രുവരി മാസം 9-ാം തീയതി നമുക്ക് അതിലേക്ക് വേണ്ടി ഈ ഞായറാഴ്ചയുടെ പുതിയ ചിന്തകൾ അങ്ങോട്ട് തിരിച്ചുവിടാം. ആളുകളോട് സ്നേഹത്തോടുകൂടി, ചിരിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചോടുകൂടി, ചീത്ത പറയുമ്പോൾ പോലും താങ്ക് യു എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. God bless and thank you so much. I love you all. Thank you so much, really.
താങ്ക് യു റഹ്മാൻ സാർ, താങ്ക് യു നാസർ സാർ, താങ്ക് യു ഓൾ.